accepted in the beloved. ക്രിസ്തുവിൽ സ്നേഹിക്കപ്പെട്ടവർ. accepted in the beloved എന്ന് പറയുമ്പം പിതാവിൻ്റെ ദിവ്യ സ്നേഹത്തിൽ പുത്രൻ തമ്പുരാൻ കടന്നു വന്നു. ആ പുത്രൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തതിനാൽ ഞാനും എൻ്റെ കുടുംബവും കർത്താവിൻ്റെ മക്കളായി മാറി. അപ്പം പിതാവിൻ്റെ അടുക്കലേക്ക് നമ്മളെ കൊണ്ട് പുത്രൻ ചെല്ലുമ്പം പുത്രൻ തമ്പുരാൻ നമ്മുടെ മൂത്ത സഹോദരനായി, നമ്മൾ സഹോദരി സഹോദരന്മാരായിട്ട് വലിയൊരു കുടുംബത്തെ മനസ്സുകൊണ്ട് കാണണം. ഇതിൽ നമ്മൾ മാതാപിതാക്കൾ കാണും, നമ്മുടെ സഹോദരി സഹോദരന്മാർ കാണും, നമ്മുടെ മാറി നിൽക്കുന്ന വഴക്കുണ്ടാക്കി നിൽക്കുന്ന ബലഹീനമുള്ള ക്യാരക്ടേഴ്സ് ഉള്ളവർ കുടുംബങ്ങളിൽ അവർ കാണും. അതുപോലെ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടത്തിലുള്ളവരുണ്ട്, നമ്മുടെ ചർച്ച് കാണും. നമ്മൾ എവിടെയൊക്കെയാണ് നമ്മളെ വിളക്കായിട്ട് വെച്ച് നമ്മൾ വി ആർ ആക്ച്വലി ലൈറ്റഡ് ഓൾറെഡി. അതായത് കത്തി നിൽക്കുന്ന ഒരു വിളക്കായിട്ട്. ഇത് കെടാനൊക്കത്തില്ല. ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കെടാനൊക്കത്തില്ല. ബിക്കോസ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ആ ആത്മാവാണ് എന്നെ ഉള്ളിലുള്ളതെങ്കിൽ അത് കത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. ഒന്ന് എവിടെ ഇരുന്നാലും നമ്മളിപ്പം വീട്ടിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിക്കുക, എങ്ങും പോകത്തില്ല. ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരും. നമ്മൾ വാതിലൊന്ന് വീട്, ഞങ്ങൾ കൊട്ടാരക്കര താമസിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ സൗദിയിൽ നിന്ന് വന്നപ്പോൾ ആദ്യം താമസിച്ച കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര വലിയൊരു വീടും ചുറ്റുപാടുമായിട്ട് നല്ല സൗകര്യം. അവിടെ ഒരു റിലീജിയസ് കോളേജ് തുടങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അത്ര എടുത്തത്. പക്ഷേ കർത്താവിൻ്റെ പരിശുദ്ധാത്മാ അത് ചെയ്യിപ്പിച്ചില്ല. അവിടെയാണ് TV പ്രോഗ്രാം തുടങ്ങിയത്. പക്ഷേ ദൈവാത്മാ എന്നോട് പറഞ്ഞു വീട് എപ്പോഴും തുറന്നിട്ടേക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ദേശത്തുള്ള എല്ലാവരും വിശ്വാസികളാകുന്ന ഒത്തിരി പേര് എൻ്റെ വീട്ടിൽ കടന്നു വരികയും അവർക്കൊക്കെ വചനം, ഞാൻ എപ്പോഴും അവരുടെ വീട്ടിൽ പോവുകയും ചെയ്തു. അങ്ങനെ ഓരോ ഭവനങ്ങളിലും കടന്നു ചെന്ന് വചനം പറയാനും. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജോലി തീർന്നപ്പം ദൈവം അവിടെ ഞങ്ങളെ കോഴിക്കോടിന് മാറ്റി. We are moving from one place to the other as the littered light. കത്തിച്ചു വച്ചിരിക്കുന്ന വിളക്കായിട്ട്. അതെല്ലാ വിശ്വാസികളും എങ്ങനെയാണ്? നമ്മളിൽ കത്തിയ പരിശുദ്ധാത്മാവ് കെടുത്താൻ ദുഷ്ടശക്തിക്കോ ശത്രുവിനോ ഒക്കത്തില്ല. പക്ഷെ അത് പരിമിതിയായിട്ട് നമുക്ക് വേണമെങ്കിൽ മടിയാണെന്നും പറഞ്ഞ് അത് കൊണ്ട് നടക്കുമ്പോൾ നമ്മളതിന് പ്രാധാന്യം കൊടുക്കാതിരുന്നാൽ പ്രവർത്തനം കുറയും. ബട്ട് ദ സ്പിരിറ്റ് ഈസ് ഓൾവേസ് ദർ. ഐ റിമെമ്പർ അറാംകോയിൽ വെച്ച്, അറാംകോ എന്ന് സൗദി അറേബ്യയിലെ ഒരു വലിയ കമ്പനിയാണ്, അമേരിക്കൻ കമ്പനി. അവിടെ ആയിരുന്നപ്പം നമുക്ക് ഈ വചനം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ലീഡേഴ്സ്, അതിലൊക്കെ ഒരാളാണ് ഞാനും ഒരു ലീഡറായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഒരു ഫ്രണ്ടിന് ക്യാൻസറായി. അപ്പോൾ ഞങ്ങളെല്ലാവരും വെച്ച് പ്രാർത്ഥിച്ചു. അത് ഈ പ്രായമൊന്നുമില്ല, അവർക്ക് 38-39 വയസ്സേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാവുന്ന വിധത്തിലെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചു. നമ്മളെല്ലാവരും വിചാരിച്ചു ആ സ്ത്രീയെ എത്ര അവസാന നിമിഷത്തിനും ജീവിച്ച് തിരിച്ചു വരും നമ്മളെല്ലാവരും ആഗ്രഹിച്ചു. പക്ഷെ അത് നടന്നില്ല. നമ്മുടെയൊക്കെ വിശ്വാസത്തെ ചിലപ്പോൾ ചോദ്യം ചെയ്യും, ഇത്രയും പേര് വിശ്വസിച്ച് ഇത്രയും നല്ല സ്ത്രീ. പക്ഷേ ഇന്ന് ഞാൻ തിരിച്ചു നോക്കുമ്പോൾ ആ ഭർത്താവ് ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു. അയാൾ ആ മക്കളെയും കൊണ്ട് തിരിച്ച് ഇംഗ്ലണ്ടിൽ അങ്ങ് തിരിച്ചു പോയി. ദേ ആർ ഡൂയിങ് വെരി വെൽ. റീമാരീഡ്. ആ ടൈമിൽ നമ്മുടെ ഹൃദയത്തിൽ എന്തുമാത്രം തോട്ട്സ് ഇങ്ങനെ വരും. എന്തുകൊണ്ട് ചോദ്യങ്ങളാണ്, എന്തുകൊണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ പ്ലാൻ ആർക്കറിയാം? കർത്താവ് ജീവിച്ചാലും മരിച്ചാലും നമ്മൾ അവൻ്റെ കൂടെ ആണ് എന്ന് കാണുന്നെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം വരണമെങ്കിൽ മെച്യൂരിറ്റി വരണം. അതായത് നമുക്കൊരു പക്വതയുള്ള വിശ്വാസം വരണം. അതല്ല എങ്കിൽ ദൈവം തന്നില്ല. പലരുടെ അവിശ്വാസത്തിൻ്റെ റീസൺ, ഞാൻ ചോദിച്ചിട്ട് ദൈവം തന്നില്ല, ഈ ദൈവത്തെ എനിക്ക് വേണ്ട. ഒരാളുടെ ഭർത്താവ് മരിച്ചുപോയി, ആ സ്ത്രീ പറഞ്ഞു ഞങ്ങൾ നന്നായിട്ട് ജീവിച്ചിട്ട് ദൈവം പ്രാർത്ഥന കേട്ടില്ല, ഇനി എനിക്ക് ഈ ദൈവത്തെ വേണ്ട. എവിടെ ഓടാനാ? അൾട്ടിമേറ്റ്ലി തിരിച്ചു വരും. അതല്ലേ, അതായത് ശിശുക്കളെ നല്ല ശിശുത്വം, ചൈൽഡിഷ് ക്യാരക്ടർ, അത് ശരിയല്ല. അത് ദൈവത്തിന് ഇഷ്ടമല്ല. അത് മാറിപ്പോണം. ഞാൻ എടുക്കുന്ന വചന എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:4 നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവന് നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തിരിക്കുന്നു. മുൻനിയമിക്കുക അല്ലെ, പ്രീ ഡിസ്റ്റൈൻഡ്. അത് പിതാവിൻ്റെ അടുക്കലാകുമ്പോൾ നമുക്കത് മനസ്സിലാകും. ദൈവം എല്ലാവരെയും വിളിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ വചനം കേൾക്കുന്നവരും എല്ലാവരും ഇത് എടുക്കുക. പക്ഷെ ആരുടെ ഹൃദയം ദൈവത്തിലേക്ക് ചരിയും എന്നുള്ളത് ദൈവത്തിനറിയാം.
അല്ലാതെ ദൈവം മനുഷ്യനെ മാറ്റി നിർത്തുന്നതല്ല. നമ്മൾ ചിലരുണ്ടല്ലോ, എന്നാ പറഞ്ഞാലും എനിക്ക് വേണ്ട എനിക്ക് വേണ്ട, അൾട്ടിമേറ്റ്ലി ഗതികേടറ്റ അവസ്ഥയിൽ തിരിച്ചു വരും ദൈവം തിരഞ്ഞെടുത്താണെങ്കിൽ. പക്ഷെ എന്തിനാണ് അങ്ങനെ വഴക്കുണ്ടാക്കുന്നതിന് പകരം നേരത്തെ ഇങ്ങ് ദൈവത്തിലേക്ക് വന്നാൽ എന്ത് എളുപ്പമാണ്. വി ക്യാൻ റിയലി ലിവ് യൂസ്ഫുൾ ലൈഫ് ഫോർ ഗോഡ്, ഇല്ലേ? ദൈവത്തിന് പ്രയോജനമുള്ള. അപ്പം ദൈവം പറയുന്നത് വി ആർ അക്സെപ്റ്റഡ് ഇൻ ദ ബിലവഡ്. അതായത് ആ വാക്യം വളരെ പ്രധാനമാണ്. അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയിരിക്കുന്ന കൃപാമഹത്വം. ദത്തെടുത്ത നമ്മളെ ദത്തെടുത്തതിൻ്റെ റീസൺ പിതാവാം ദൈവത്തിൻ്റെ പ്രിയപുത്രനാകുന്ന ക്രിസ്തുവിൽ എന്നെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അത് സിമ്പിളായിട്ട് പറഞ്ഞ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എൻ്റെ മോൻ ഇപ്പം എറണാകുളത്തുണ്ട്. അവന് ഒരാളെ പറഞ്ഞു വിടും, മമ്മി എൻ്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വരികയാണ്, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു വിട്ടാൽ അവർ വന്ന ഉടനെ നമ്മൾ പിന്നെ ആ മകൻ പറഞ്ഞു വിട്ടതുകൊണ്ട് ഒക്കെ അവർ പറയുന്ന പോലെ നമ്മൾ ചെയ്ത് ന്യായമായത് എല്ലാം ചെയ്ത് സന്തോഷിപ്പിച്ച് വിടും. കാരണം നമ്മൾ റെപ്രസെൻ്റ് വിട്ടയാളിൻ്റെ പ്രസക്തിയാണ്. അങ്ങനെയെങ്കിൽ പിതാവാം ദൈവം തൻ്റെ പുത്രനാകുന്ന, അതായത് അവൻ പ്രിയനായവനാകുന്ന യേശുവിനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് എൻ്റെ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും അത് സ്വീകരിക്കുമെന്നും അവരെ ദത്തെടുത്തതെന്നുള്ള ബോധം അവർക്കുണ്ടാകുമെന്നും പിതാവിനറിയാമായിരുന്നു. പിതാവാം ദൈവം താൻ സ്നേഹിച്ച പുത്രനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് കുറച്ച് പേരെങ്കിലും പിതാവിനെ മാനിക്കും, പിതാവ് പറഞ്ഞത് വിശ്വസിക്കും, പിതാവ് കൊടുക്കേണ്ട മഹത്വം പുത്രന് കൊടുക്കുമെന്നും അതിന്മൂലം നമ്മളും പുത്രൻ്റെ പദവിയിലേക്ക് കയറുമെന്ന് പിതാവിന് ഉറപ്പുണ്ടായിരുന്നു. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം. ഉറപ്പ്. അത് നമ്മൾ ഇതൊക്കെ ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ഈ അങ്ങേയറ്റം സ്നേഹം 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 എന്നൊരു 10,000 വട്ടം പറയണം. ദൈവസ്നേഹം സ്നേഹം സ്നേഹം സ്നേഹം. ആ സ്നേഹം, ആ വിശുദ്ധ സ്നേഹം കൊണ്ട് നമ്മളെ അങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഫീലിംഗ് ഇത് പറയണം. നമ്മുടെ പുറകിൽ വന്നിട്ട് ബെയർ ഹഗ് പോലെ നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പിതാവ് സ്നേഹിക്കുന്നത് കണ്ടാൽ, പുത്രൻ തമ്പുരാനെ അയക്കുന്നെന്നറിയാൻ നമ്മൾ ഓടിച്ചെന്ന് പുത്രനെ സ്വീകരിച്ച് വീട്ടിലിരുത്തും. കാരണം ഇത് പിതാവിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. അത് മനസ്സിലാക്കുമ്പോൾ അതുകൊണ്ടാണ് ഈ വാക്യത്തിന് പ്രസക്തി. പിതാവാം ദൈവം പുത്രൻ ആരാണ്? തൻ്റെ സന്നിധിയിൽ ആരാണ്? എന്താ എഴുതിയിരിക്കുന്നത്? തൻ്റെ സന്നിധിയിൽ വിശുദ്ധര്, നിഷ്കളങ്കര്, പിന്നെന്തുവാ, ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തവര്, ദത്തെടുത്ത മക്കള്, അവൻ പ്രിയനായ ക്രിസ്തുവിൽ നമ്മളെ അഭിഷിക്തരാക്കിയവര്, നമ്മൾ കൃപാസനത്തിലേക്ക് ഓടി വന്നിട്ട് നമ്മളെ ദൈവസ്നേഹത്തിൽ മുൻനിയമിച്ചവരാണെന്നും അറിഞ്ഞുകൊണ്ട് അപ്പൻ്റെ അടുക്കിലേക്ക് ഓടി വരണം. ഇതുവരെ കണ്ടു കിട്ടാത്ത അപ്പനെ തിരിച്ചു കിട്ടിയതുപോലെയുള്ള സന്തോഷത്തിൽ അപ്പനും മക്കളും കൂടെ മാറി താമസിക്കുന്നവരില്ലേ? ചില സാഹചര്യം മൂലം മക്കൾക്ക് അപ്പനെ കാണാൻ ഒക്കുന്നില്ല. ആരുടെയും കുഴപ്പമല്ല, പിശാചിൻ്റെയോ ദൈവത്തിൻ്റെയോ. എന്തിനാ പിശാചിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കണ്ട? ദൈവം തന്നെ ചിലപ്പം നമ്മൾ ഈ പഴയ നിയമത്തിൽ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയിൽ അമ്മയപ്പന്മാരിൽ നിന്ന് മാറി താമസിക്കുന്ന മക്കളെയൊക്കെ ദൈവം എടുത്തു തന്നു. യാക്കോബിൻ്റെ മകനാകുന്ന ജോസഫിനെ കുറേ നാളത്തേക്ക് മാറ്റി നിർത്തിയില്ലേ? എന്നാൽ അവരെ തിരിച്ചു കൊണ്ടിരുന്ന കാണാം. അതുപോലെ പിതാവിനെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു ദിവസമാക്കിയെന്ന് മാറ്റണം. പിതാവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പം നമ്മൾ നിഷ്കളങ്കരാണ്, നമ്മൾ വിശുദ്ധരാണ്, നമ്മൾ തിരഞ്ഞെടുത്തവരാണ്, നമ്മൾ ദത്തെടുത്ത മക്കളാണ്, ദൈവത്തിൻ്റെ വിശുദ്ധ മക്കളാക്കി മാറ്റിയിരിക്കുന്നു. ആ സ്നേഹം ഇത് പറയുമ്പോൾ നമ്മുടെ മേൽ സ്നേഹം വന്ന് ഡിപ്പോസിറ്റ് ചെയ്യാണ്. ഇത് പറയാതെ, വചനം പ്രൊക്ലെയിം ചെയ്യാതെ ഒരിക്കലും നടക്കില്ല. അതുകൊണ്ടാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1:3 വാക്യം പറയുന്നത്, സ്വർഗത്തിൽ കയറി ചെല്ലണമേ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവനാണ്. ആ പിതാവാം ദൈവം സ്വർഗത്തിലുള്ള സകല അനുഗ്രഹങ്ങളാലും നമ്മളെ അനുഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട മക്കളാണെന്ന് എനിക്ക് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്നെ അനുഗ്രഹിച്ചതാണ്, എൻ്റെ അപ്പൻ എന്നെ അനുഗ്രഹിച്ചതാണ്. അവിടെ അതായത് ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, ഒരാൾ ചെറുപ്രായത്തിൽ പെട്ടെന്ന് ആക്സിഡൻറ്റ് മൂലം മരിച്ചുപോയി. അപ്പം മരിച്ചു കഴിഞ്ഞപ്പം
ഈ മരിച്ച ആളുടെ ആത്മാവിനെ ദൈവം തമ്പുരാൻ ദൈവദൂതന്മാരെ കൊണ്ട് സ്വീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അവർ പറയുകയാണ്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ദൂതഗണങ്ങളും എല്ലാം വിശുദ്ധന്മാരും എല്ലാം സ്നേഹത്തോടെ ഉൾക്കൊണ്ടപ്പോൾ ദർ വാസ് നോ ജഡ്ജ്മെൻറ്റ്. അവരെ വിധിക്കുന്ന ഒരു കണ്ണല്ല. നമ്മൾ വിധിക്കുന്ന കണ്ണോടെ നോക്കാതിരിക്കാൻ പഠിക്കണം. വിധിക്കുന്ന കണ്ണല്ല, ഇന്നസെൻ്റായിട്ടുള്ള സ്നേഹത്തിൻ്റെ കണ്ണുകളിൽ നോക്കാനുള്ള കൃപ കിട്ടണമെങ്കിൽ പിതാവ് നമ്മളിൽ വരണം, പുത്രൻ വരണം, പരിശുദ്ധാത്മാവ് വരണം. ഉണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടാകണം. ഇത് വളരെ അനുഗ്രഹിക്കപ്പെടും. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമുക്കൊരു വലിയ സ്പിരിറ്റുണ്ട് ചെറിയ ബോഡിയിൽ. ദൈവത്തിൻ്റെ സ്നേഹിക്കുന്നതായ ആ വിശുദ്ധ സ്നേഹത്തിൻ്റെ ഒരു വലിയ കലവറയായിട്ട് നമ്മുടെ ശരീരം മാറുമ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് അതിശയങ്ങൾ നടക്കും. നമ്മൾ പോകുന്നിടത്ത് ചലനമുണ്ട്. നമ്മൾ കാല് ചവിട്ടിയോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ ഞാൻ നിൻ്റെ മേൽ എൻ്റെ എൻ്റെ ആത്മാവ് നിൻ്റെ മേൽ പകരാൻ ദൈവം അനുവദിച്ചു എങ്കിൽ നമ്മളുള്ള പരിശുദ്ധാത്മ തീർത്തും മാറ്റം വരും. നമ്മളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മകനായിരിക്കാം, മകളായിരിക്കാം, കൊച്ചുമക്കളായിരിക്കാം, നമ്മളവരെ കൈവച്ച് പ്രാർത്ഥിക്കുക. കാരണം എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ആത്മാവ് പെനട്രേറ്റ് ചെയ്യാൻ തക്കവണ്ണം മോശയ്ക്ക് കൊടുത്ത ആത്മാവിനെ 68 പേർക്ക് കൊടുത്തതുപോലെ 120 പേരിരുന്നപ്പോൾ പരിശുദ്ധാത്മ എഴുന്നള്ളിയതുപോലെ പിതാവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ നിറയുന്നു എങ്കിൽ അവൻ്റെ സ്നേഹം നമ്മൾ അടുത്തുള്ളവരെ തൊട്ടാലും ഇല്ലേലും ദൈവത്തിൻ്റെ ആത്മാവ് പകർന്നുകൊണ്ടേയിരിക്കും. ബിക്കോസ് ആത്മാവ് ഒഴുക്കാണ്, ആത്മാവ് ജീവനാണ്, ആത്മാവ് ജീവൻ്റെ നദിയാണ്. പിന്നെ ഈ ജീവനദിയിൽ കുളിപ്പിച്ചാൽ മതി. ഞങ്ങൾ സൗദിയിലൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പറയും, അടുത്ത് നിൽക്കുന്ന മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ, ഞാൻ പറയും എല്ലാത്തിനും പിടിച്ച് ഈ വെള്ളത്തിനകത്ത് തള്ളിയിടാൻ പറയും. തള്ളിയിട്. അവിടെ കുളിച്ചിട്ട് പൊങ്ങി വരുമ്പോൾ വ്യത്യാസം, ക്രമേണ അവരിൽ മാറ്റം വരും. ഇതെല്ലാം ആത്മാവ് ചെയ്യേണ്ടതാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു എന്നുള്ള ബോധം നമുക്ക് വരുമ്പോഴാണ് ഈ ദൈവത്തെ സ്നേഹിക്കാനുള്ള കൃപ കിട്ടുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അക്സെപ്റ്റഡ് ഇൻ ദ ബിലവഡ്. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവാനാകുന്ന പുത്രനിൽ കൂടെ ഞങ്ങളെ കൂടെ സ്നേഹിച്ച് കഴിഞ്ഞിരിക്കുന്ന സ്നേഹം വലുതാണ്. നിൻ്റെ സ്നേഹത്തിൻ്റെ ഉറവ ഞങ്ങൾ കണ്ടല്ലോ കർത്താവേ. അത് നദി പോലെ ഒഴുകട്ടെ അപ്പച്ച. അത് ഇമ്പാർട്ട് ചെയ്യാൻ കർത്താവ് പകർന്നു കൊടുക്കുന്ന നദിയാണ്. നദി ഒരിക്കലും കൂട്ടി വെക്കത്തില്ലല്ലോ, അത് പകർന്നു പോയേ വെക്കത്തുള്ളൂ. അത് അറിഞ്ഞോ അറിയാതെ പകർന്നുകൊണ്ടേ ഇരിക്കുക. വെറും തോട് പോലെ അല്ല അപ്പച്ച. നദിയെന്ന് പറയുന്നത് എന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ്. അതൊരു ചെറിയ കുളം പോലെയല്ല. അതിൽ നിന്ന് ഒഴുകുന്ന നദി പോകുന്തോറും ഭൂമിയുടെ അടിയിൽ നിന്ന് വീണ്ടും വീണ്ടും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് ദൈവത്തിൻ്റെ ഉറവ ഇപ്പോൾ തുടങ്ങിയത്. എന്നേക്കുമായിട്ട് പിതാവിൻ്റെ സിംഹാസനത്തിൽ നിന്ന് തുടങ്ങിയത് പുത്രനിൽ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ തലമുറകളുടെ മേൽ ഒഴുകുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. ആ കാഴ്ച മനോഹരം തന്നെ. അവിടെ ജീവവൃക്ഷം പഥ്യമായ വെള്ളമാണ് എങ്കിൽ മരുഭൂമിയിൽ വരണ്ട ദേശത്ത് ഉദ്യാനമുണ്ടാക്കുന്ന ദൈവ ചൈതന്യം വരുന്ന ജീവൻ കൊടുക്കുന്ന പകർച്ചയുടെ ആത്മാവ് പകരുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവർക്ക് പകർച്ച കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങളുള്ളതിൻ്റെയൊക്കെ അംശം പകർന്നു കൊടുക്കുന്നവരാണ്. പണസംബന്ധമായിട്ട്, പിന്നെ നമ്മുടെ സമയത്തിൻ്റേത്, ഭക്ഷണത്തിൻ്റേത്, നമ്മളെ എല്ലായിടത്തും നമ്മൾ പകർച്ച കൊടുക്കുക. യാത്ര ചെയ്യുന്നതൊക്കെ ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യുമ്പം അവിടെ എല്ലാം വലിയ വൃക്ഷങ്ങൾ പൂത്തൊലഞ്ഞ് നിൽക്കുന്നത് ഞങ്ങൾ കാണുന്ന പശ. അതിൻ്റെ ആത്മാവ് ഞങ്ങളിൽ പകരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.